നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിക്ക് തുടക്കമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷിക്കും ബന്ദിപ്പൂ കൃഷിക്കും തുടക്കമായത്. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിക്ക് തുടക്കമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് പച്ചക്കറിക്കും ബന്ദിപ്പൂ കൃഷിക്കും തുടക്കമായത്. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും തുള്ളി നനയുമായി തികച്ചും പ്രൊഫഷണലായാണ് കൃഷി. വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി നഗരസഭ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരുത്തുവാനുള്ള പരിശ്രമത്തിലാണ് നഗരസഭ. ഒപ്പം കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുവാനും കൂടി ലക്ഷ്യമിട്ടാണ് ബന്ദിപ്പൂ കൃഷി ചെയ്യുന്നത്. നഗരസഭയിലെ 52 വാർഡുകളിലും ഗ്രൂപ്പ് കൃഷിയും പറ്റാവുന്ന ഭവനങ്ങളിലെല്ലാം അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വാർഡുകളിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണവും കൃഷിഭവൻ വഴി ആരംഭിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, R വിനീത, കൗൺസിലർമാരായ സൗമ്യരാജ്, G ശ്രീലേഖ, സലീം മുല്ലാത്ത്, R രമേഷ്, B നസീർ, മനീഷ സജീൻ, ക്ലാരമ്മ പീറ്റർ, P റഹിയാനത്ത്, ഗോപിക വിജയപ്രസാദ്, പ്രഭാ ശശികുമാർ, കൊച്ചു ത്രേസ്യാമ്മ ജോസഫ്, കൃഷി ഓഫീസർ സീതാരാമൻ, കർഷകൻ ശുഭകേശൻ, CDS ചെയർപേഴ്സൺ സോഫിയ അഗസ്റ്റിൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണക്ക് നോക്കിയാൽ അത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു എന്ന് കാണാൻ പറ്റും. ഈ നിയമസഭാ സമ്മേളനത്തിലും കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സഭയിൽ രേഖയായി വരുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞൊരു 6-7 വർഷത്തെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് ടോട്ടലായി നൽകുന്ന പ്രാധാന്യം, ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായി കൂടുതൽ കൃഷിയിടങ്ങളിലെ കൃഷി അടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂരിപക്ഷവും നമുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ കൃഷി ചെയ്യുന്ന മിക്കവാറും എല്ലാം ഭക്ഷ്യ വസ്തുക്കളാണ്. നെല്ലാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാമാണ് വ്യാപകമായി നമ്മുടെയൊക്കെ നാട്ടിൽ കൃഷി ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് ദൈനംദിനമായി ആവശ്യമായി വരുന്ന അവശ്യ വസ്തുക്കൾ എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതിലെ നെല്ലിന്റെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തമാകാൻ സ്വാഭാവികമായിട്ട് കഴിയില്ല. കാരണം അവശേഷിക്കുന്ന കൃഷിയിടങ്ങൾ, നെൽകൃഷിയിടങ്ങൾ നോക്കിയാൽ ഇനി അധികമായിട്ടില്ല. നമുക്ക് ആവശ്യമായതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ കേരളത്തിൽ നെൽകൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൃഷിയിടത്തിൻ്റെ കുറവിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള മാറ്റമാണ്. എന്നാൽ പച്ചക്കറിയും അതുപോലെ മറ്റ് പാല്, അതുപോലെ മുട്ട തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വയം പര്യാപ്തമാകാൻ വേണ്ടി കഴിയും. അതിലെ നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കണക്കും പച്ചക്കറി ഉൽപ്പാദന കണക്കും നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ 6 വർഷത്തെ കണക്കെടുത്താൽ വലിയ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും.